ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. 1000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ് അവസരം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ക്രിപ്റ്റോ ബേസ്ഡ് ഒരു കമ്പനിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഏകദേശം ഒരു 15 വർഷത്തെ ചരിത്രമുണ്ട് ക്രിപ്റ്റോ കറൻസിക്ക്. ഇപ്പോഴും പല ആളുകൾക്കും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള അറിവുകൾ വന്നിട്ടില്ല. അറിയാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ക്രിപ്റ്റോ കറൻസിയുടെ വിലയിലുള്ള ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ വിലയിലുള്ള വ്യത്യാസമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2008 ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ ഇറങ്ങിയത്. 2008 ഇറങ്ങുമ്പോൾ ഒരു 9 പൈസയ്ക്കായിരുന്നു ഒരു ബിറ്റ് കോയിൻ്റെ വില. 2010 ആയപ്പോൾ 9 രൂപയായി. 2015 ആയപ്പോൾ 32,130 രൂപ. 2020 ആയപ്പോഴേക്കും അത് 50 ലക്ഷത്തിലേക്ക് എത്തി. 2024 ആയപ്പോഴേക്കും ഇപ്പോൾ നിലവിലെ റേറ്റ് 86 ലക്ഷത്തോളമാണ് ഒരു ബിറ്റ് കോയിൻ്റെ വില. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഇതേറിയം. 2015 ഇതേറിയം ഇറങ്ങിയത്. ഇറങ്ങിയ സമയത്ത് 1000 രൂപ വരുന്നത്. 2020 ആയപ്പോഴേക്കും 10,000 ആയി. 2024 അത് 3,13,000 രൂപയാണ് ഒരു ഇതേറിയത്തിൻ്റെ വില. അതുപോലെ തന്നെ ടെതർ, XRP, BNB ഇതൊക്കെ റാങ്കിങ്ങിൽ ആദ്യ 10 സ്ഥാനത്ത് നിൽക്കുന്ന കോയിനുകളാണ്. സൊളാനയുടെ വില നോക്കുകയാണെങ്കിൽ 2020 72 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 17,000 രൂപയായിരിക്കുകയാണ്. ഡോജെ കോയിൻ്റെ വില 15 പൈസ ഉണ്ടായിരുന്നത് ഇപ്പോൾ 31 രൂപയായിരിക്കുകയാണ്. അങ്ങനെ നിരവധി കോയിനുകളുണ്ട്. മറ്റൊന്നാണ് കാർട്ടാനോ അഡ. 2,000 രൂപ ഉണ്ടായിരുന്നത് 82 രൂപയായിരിക്കുകയാണ്. 2020 2,000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 82. അതായത് ഒരു 1000 രൂപയ്ക്ക് നിങ്ങൾ ഈ കോയിൻ വാങ്ങിയിരുന്നെങ്കിൽ 2020 ഇപ്പോൾ അത് 82,000 രൂപയാകുമായിരുന്നു. ഓക്കെ, ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ വിലയിലെ മാറ്റങ്ങൾ, വിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ. അതിനടുത്ത 5 വർഷം ആകുമ്പോഴേക്കും ഇതിനേക്കാളും ഇരട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിവിടെ നിക്ഷേപത്തിന് വേണ്ടി പറയുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ക്രിപ്റ്റോ കറൻസിയിലെ വിലയിലെ ഈ മാറ്റം പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ coinmarketcap.com നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന BTC, അതിൻ്റെ റേറ്റ് ഇവിടെ കാണാം. ഡോളറായിരിക്കും കാണിക്കുന്നത്. ഇതായിരിക്കും XRP, USDT, അങ്ങനെ എല്ലാ ക്രിപ്റ്റോ കറൻസികളുടെയും വിലയൊക്കെ നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാൻ സാധിക്കും. നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് കോർ എന്ന് പറയുന്നൊരു കോയിനെ കുറിച്ചിട്ടാണ്. റാങ്കിങ്ങിൽ ആദ്യ 100 സ്ഥാനത്തുള്ളൊരു കോയിനാണ് കോർ. ഏകദേശം 42 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണത്. നിലവിൽ ഇതിൻ്റെ വിലയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലൈവ് റേറ്റാണ് കാണിക്കുന്നത് 1.18. ലാസ്റ്റ് ഇപ്പോൾ 4 മണിക്കൂറത്തെ ഒരു ട്രേഡിങ്ങാണ് കാണിക്കുന്നത്. ലാസ്റ്റ് 1 മണിക്കൂറത്തെ. നമുക്കിതിൻ്റെ വില നോക്കുകയാണെങ്കിൽ 1.18 ആണ്. അത് USDT എന്ന് പറഞ്ഞ മറ്റൊരു കോയിനാണ്. ക്രിപ്റ്റോ കറൻസിലൊരു സ്റ്റേബിൾ കോയിൻ എന്ന് ഞാൻ പറയാം. അതിൻ്റെ USDT വില എപ്പോഴും സെയിം ആയിരിക്കും. ചില നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു USDT എന്ന് പറയുമ്പോൾ 90 രൂപയാണ്. നമുക്ക് അതിൻ്റെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കോറിൻ്റെ ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ 1.18 90 × 1.18 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് അറിയാൻ പറ്റും. 160 രൂപയാണ് ഒരു കോർ കോയിൻ്റെ വില. ഏകദേശം ഒരു കഴിഞ്ഞ വർഷം ഈ സമയത്ത് 42 രൂപ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 106 രൂപ ആയിരിക്കുന്നത്. കോർ എന്ന് പറയുന്ന കോയിൻ്റെ ഒരു പ്രോജക്റ്റാണ് കോർ വേരിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. നമ്മളെല്ലാവരും ജോലിക്കാരാണ്, ഭൂരിപക്ഷം ആളുകളും ജോലിക്കാരാണ്. അപ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടാണത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്. റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ബിസിനസ് ഓണർ, ഇൻവെസ്റ്റേഴ്സ്. ലോകത്ത് 95% ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് ജോലി ചെയ്തും, അതായത് എംപ്ലോയീസ്, അതല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസ്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ. 95% ആളുകൾ ഇങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. 5% ആളുകൾ മാത്രമാണ് ബിസിനസ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും വരുമാനം ഉണ്ടാക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് ബിസിനസ്, ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് നിലവിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 90% ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് ജോലി ചെയ്തും സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെയും. 5% ആളുകളാണ് ബിസിനസ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷേ ലോകസമ്പത്തിൻ്റെ
95% ബിസിനസ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൈകളിലാണ്. 5% മാത്രമേ എംപ്ലോയീസിൻ്റെയും സെൽഫ് എംപ്ലോയീസിൻ്റെയും കൈകളിലുള്ളൂ. നമ്മളെല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ്. വീട്, കാറ്, വിദേശ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ പലർക്കും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു 20,000 രൂപ വരുമാനം ഉള്ള ഒരാളുടെ ഒരു വർഷത്തെ വരുമാനം നോക്കുകയാണെങ്കിൽ 2,40,000 രൂപയാണ്. ഇതുകൊണ്ടൊന്നും നമുക്ക് നാട്ടിലുള്ള വിദേശ ട്രിപ്പൊന്നും സാധ്യമല്ല. വിദേശ ട്രിപ്പ്, കാറ്, നമുക്ക് ഈ കിട്ടുന്ന വരുമാനം അത് അന്നത്തെ ചിലവിന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞു 5% ആളുകൾ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നതും ഇൻവെസ്റ്റേഴ്സിനൊക്കെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല അടിച്ചുപൊളി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നതൊക്കെ ബിസിനസ്സുകാരാണ്. അപ്പോൾ നമ്മൾക്കും കയ്യിൽ നല്ല ക്യാഷൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യണം. പക്ഷേ ബിസിനസ് ചെയ്യാനായിട്ട് വലിയ മുടക്ക് മുതൽ അത്യാവശ്യമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് വേണം, അറിവ് വേണം, അങ്ങനെ പല കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോഴാണ് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടാകും. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളുണ്ട്, ROI കമ്പനികളുണ്ട്. അപ്പോൾ അതിനൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ട്രെൻഡ് ചേഞ്ചർ ഐഡിയോളജി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമൊന്നുമല്ല, ഒരു സിസ്റ്റമാണ്. അതായത് ഇതിൻ്റെ 100% സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. അതായത് ഒരു തവണ ഇതിൻ്റെ കരാർ എഴുതി കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയിനിൽ ഇതിൻ്റെ കരാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ കരാറിൽ ആർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. ഇതുണ്ടാക്കിയ ആൾക്ക് പോലും ഇത് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്, 100% കാൽക്കുലേറ്റീവ് പ്ലാനാണ്, 100% സ്മാർട്ട് കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണിത് ട്രെൻഡ് ചേഞ്ചർ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന 100% തുകയും ഇതിലുള്ള ആളുകൾക്ക് വിധിച്ചു കൊടുക്കുന്നു. കമ്പനിക്ക് ഇതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. കമ്പനിയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർ കോയിൻ ഇറക്കിയിട്ടുണ്ട്. ആ കോയിൻ്റെ ഒരു 50% ആയിരിക്കും പബ്ലിക്കിൽ കൊടുത്തിട്ടുണ്ടാവും, ബാക്കി 50% അവരുടെ കൈകളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ കൂടുതൽ ആൾക്കാർ കോയിൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ കോയിൻ്റെ വില ഓട്ടോമാറ്റിക്കലി കൂടും. ഇതിപ്പോൾ 42 രൂപ ഉണ്ടായിരുന്ന കോയിൻ്റെ വില ഇപ്പോൾ 106 രൂപയായിട്ടുണ്ട്. അപ്പോൾ 50 കോടി രൂപയുടെ കോയിൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ 100 കോടി ഉണ്ടാവും. അതാണ് അവരുടെ പ്രോഫിറ്റ്. ഇവിടെ നോക്കുക, ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട്, അതുപോലെ തന്നെ ടോക്കണുകളുണ്ട്. 2009 BTC, അതായത് ബിറ്റ് കോയിൻ ഇറങ്ങിയത്. അതായത് സ്വന്തം ബ്ലോക്ക് ചെയിനിൽ ഇറങ്ങിയിട്ടൊരു ക്രിപ്റ്റോ കറൻസിയാണ് BTC. അതുപോലെ തന്നെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ ഇറങ്ങിയിട്ടൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഇതേറിയം, 30 ജൂലൈ 2015. അതുപോലെ തന്നെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ ഇറങ്ങിയിട്ടൊരു കോയിനാണ് കോർ എന്ന കോയിൻ. 2019 ഇത് ഇറങ്ങിയിരിക്കുന്നത്. ടോട്ടൽ സപ്ലൈ 2.1 ബില്യനാണ് ടോട്ടൽ സപ്ലൈ. ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസൊക്കെ വളരെ കുറവാണ്. മറ്റ് എക്സ്ചേഞ്ചുകളിലൊക്കെ, മറ്റു കോയിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ ഫീസ് വളരെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ. ട്രെൻഡ് ചേഞ്ചർ ഐഡിയോളജി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 100% വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റാണ്, 100% ഡീസെൻട്രലൈസ്ഡ് ആണ്, 100% കാൽക്കുലേറ്റീവ് പ്ലാനാണ്, 100% മന്ത്ലി മാക്സിമം മന്ത്ലി റിട്ടേൺ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്രീ ആയി ഡ്രോപ്പ് കിട്ടുന്നു, വെരി സ്മോൾ പാക്കേജ്, 1,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മൈനർ ഫീസൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ മറ്റൊരു ചിലക്കിന് 100 രൂപ 200 രൂപയ്ക്കാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ഫീസ് എങ്കിൽ ഇവിടെ 2 രൂപ വരുന്നുള്ളൂ ട്രാൻസാക്ഷൻ ഫീസ്. അൺലിമിറ്റഡ് ഡെപ്ത് ലെവലിൽ നമുക്ക് വരുമാനം കിട്ടുന്നു. ഹയർ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഡെപ്ത്, ഓട്ടോമേറ്റഡ് വർക്കിംഗ് ഐഡിയോളജി, അൺബ്രേക്കബിൾ പ്ലാൻ, ഫാസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ്, 100% ട്രസ്റ്റബിൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് 1,000 രൂപയ്ക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 4 ടൈപ്പ് ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. 2 പ്ലാനുണ്ട് ഇതിൽ. ഒന്ന് കോർ വേരിയസ്, മറ്റൊന്ന് CV ബോട്ട് പ്ലാൻ. രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് പറയുന്നത് കഴിയുന്നത്. 1,000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ബിനാൻസിൽ, നേരത്തെ പറഞ്ഞു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോ കറൻസിൽ
ഉള്ള നമ്പർ 1 എക്സ്ചേഞ്ചാണ് ബിനാൻസ്. ഒട്ടനവധി എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന എക്സ്ചേഞ്ചാണ് ബിനാൻസ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിങ് ചെയ്യുമ്പോൾ നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരെ പ്രോഡക്റ്റ് ഈ 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. CV ബോട്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടും. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും 1000 രൂപ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൽ മെമ്പർഷിപ്പ് ഫീസ് 1000 രൂപയാണ്. 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് CV ബോട്ടിൽ നമുക്ക് CV ബോട്ട് ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് നമുക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കിട്ടുകയാണ്. അതായത് 2 പ്ലാനാണ്. ഒന്ന് കോർ വേരിയസ് ഒരു പ്ലാൻ, പിന്നെ CV ബോട്ട് പ്ലാൻ. കോർ വേരിയസിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നു 1000 രൂപ കൊടുക്കുമ്പോൾ. പ്ലസ് ഒരു 1000 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കത് ട്രേഡ് ചെയ്യാനുള്ള, അതായത് റെൻ്റൽ ഫീസാണത്. 2 ആഴ്ച കൂടുന്നതോറും നമുക്ക് 1000 രൂപ കൊടുത്താലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ അതിൻ്റെ റെൻ്റൽ ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ബിനാൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അല്ലാത്തവർക്ക് 1000 കൊടുത്താലും മതി. 1000 കൊടുക്കണമെങ്കിൽ നമുക്ക് 2 പ്ലാൻ കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. 2000 രൂപയായിരിക്കും നമുക്ക് അതിനെ ചിലവാക്കേണ്ടി വരിക. അപ്പോൾ അത് നമ്മൾ ചിലവാക്കണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻകം ഉണ്ട്. ബോട്ട് 50 പ്രോഗ്രാം ബോണസ് ഇൻകമാണിത്. അതായത് ഇതിൽ നമുക്ക് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും വരുമാനത്തിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 2x കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ 1000 രൂപയ്ക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ താഴെ ഒരു 1000 രൂപയുടെ ബിസിനസ് കൂടി വരണം. 2000 രൂപ വരെ ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ട് 50 ബോണസ് ഇൻകത്തിന് ക്വാളിഫൈഡ് ആയി. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 25% മാറ്റി വയ്ക്കുന്നത്. അത് നമ്മൾക്ക് നമ്മൾ എത്ര വേണം, എത്ര രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, എത്ര ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ഒരു 1000-നാണെങ്കിൽ താഴെ 1000-ൻ്റെ 0% to 3.33% വരെ നമുക്ക് കിട്ടാം. അത് 3 ഇരട്ടിയാവുന്നതിൽ നമുക്ക് കിട്ടും. അത് ബിസിനസ്സിനനുസരിച്ചിട്ടാണ്, കൂടാം കുറയാം. മാക്സിമം കിട്ടുന്നതാണ് 3.33%. ഇതാണ് ബോട്ട് 50 പ്രോഗ്രാം ഇൻകം. മറ്റൊന്നാണ് ബോട്ട് മാജിക് ഇൻകം. നമുക്ക് എത്ര പേരാണെങ്കിൽ ഇതിലേക്ക് റെഫറൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റെഫറൽ ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു ടീം വരും. അപ്പോൾ പവർ ടീം, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ടീം, അവിടെ നമുക്ക് കിട്ടുന്നത് 0% ആയിരിക്കും. സെക്കൻഡ് ലെഗിൽ നിന്ന് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടീമിൽ നമുക്ക് കിട്ടുന്നത് 5%, തേർഡ് ബിഗ്ഗസ്റ്റ് ടീമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 10%, ഫോർത്ത് ബിഗ്ഗസ്റ്റ് ടീമിൽ നിന്ന് കിട്ടുന്നത് 15%, ഫിഫ്ത്ത് മുതലുള്ള എല്ലാ ടീമിനും നമുക്ക് കിട്ടുന്നത് 20% ആയിരിക്കും. ഇതെല്ലാം തിങ്കളാഴ്ച ദിവസങ്ങളായിരിക്കും നമുക്ക് ഈ ഇൻകം കിട്ടുന്നത്. മാജിക് ഇൻകം എന്ന് പറയുന്നു. മറ്റൊരു ഇൻകമാണ് 100% ഡയറക്റ്റ് ഇൻകം. നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തു. 10 USDTക്കാണ്, അതൊരു 1000 രൂപയ്ക്കാണ് ജോയിൻ ചെയ്തെങ്കിൽ താഴെ 2000 രൂപ ബിസിനസ് നമ്മൾ 1000 രൂപയ്ക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊന്നാണ് 100% ഡയറക്റ്റ് ഇൻകം. നമ്മളൊരാളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ അദ്ദേഹം 2x ബിസിനസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന വ്യക്തി എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ആ ഫുൾ എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നു. അത് നമുക്ക് കിട്ടുന്നത് ആഴ്ചയിലായിരിക്കും. ആഴ്ചയിൽ 10% അങ്ങനെ വെച്ച് 10 ആഴ്ച കൊണ്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും നമുക്ക് കിട്ടുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളായിരിക്കും നമുക്ക് ഈ ഇൻകം കിട്ടുന്നത്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കണമെങ്കിൽ നമുക്ക് 3 ഇരട്ടി, നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് മാജിക് ഇൻകം, F50 ഇൻകം, ഓഫർ ഇൻകം എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് 3 ഇരട്ടി വരെ ഇൻകം കിട്ടുന്നത്. നമ്മൾ 1000 രൂപ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 3000 രൂപ വരെ നമുക്ക് കിട്ടുന്നു. പിന്നെ മിനിമം 10 USDT ആകുമ്പോൾ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി കോർ വേരിയസിൻ്റെ പേജ് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകം കാര്യങ്ങളെ കാണിച്ചു തരികയാണ്. ഞാനിത് ബോട്ട് പ്ലാനിലേക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ച കയറുള്ളൂ. ബോട്ട് പ്ലാൻ ഇറങ്ങിയിട്ട് തന്നെ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ. ഞാൻ കോർ വേരിയസ് എന്ന പ്രോജക്റ്റിൽ ഏകദേശം 2-3 മാസമായിട്ടുണ്ട്. ഏകദേശം 2 മാസം തന്നെ എടുത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ 1 മാസമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ പ്ലാൻ ഒരു 6-7 ദിവസം മുമ്പാണ് ബോട്ട് പ്ലാൻ ഇറങ്ങിയത്. അപ്പോൾ അതിലും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 USDT, ഏകദേശം 1000 രൂപയ്ക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 USDT എന്ന് പറയുമ്പോൾ അത് 3 ഇരട്ടിയായിരിക്കും കിട്ടുന്നത്. 30 എന്നായിരിക്കും ഇവിടെ കാണേണ്ടത്. അപ്പോൾ എനിക്കൊരു 3.5 USDT കിട്ടി. ഇനി ബാക്കി കിട്ടാനുള്ളതാണ് അത് 26.34.
നമുക്കിവിടെ നമ്മൾ വർക്ക് ചെയ്യണതനുസരിച്ചിട്ട് നമുക്കൊരു സിസ്റ്റം, ഒരു വലിയൊരു ഗ്ലോബൽ ടീമിനെ നമുക്ക് തരാണ്. അപ്പോൾ അങ്ങനെ തന്നിട്ടുള്ള എൻ്റെ ഒരു ടീമാണത്. ബോട്ട് 50 ടീം 2020 പേരുണ്ട്. അവിടെ വർക്ക് നടക്കുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് F50 ക്യാപ്പിംഗ് കിട്ടുന്നത്. ഞാനിപ്പോൾ ക്വാളിഫൈഡ് 0.33 ക്യാപ്പിംഗ് ആണ്. എനിക്ക് ഡെയിലി കിട്ടേണ്ട എമൗണ്ട്, മാക്സിമം കിട്ടേണ്ട എമൗണ്ടാണത് 0.33. ഇത് എത്ര വേണമെങ്കിലും കുറയാം കൂടാം. 0 മുതൽ 0.33 വരെ നമുക്ക് കിട്ടാം. അപ്പോൾ അത് എൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബോട്ട് 50 ഇൻകം നോക്കുകയാണെങ്കിൽ ഡെയിലി കിട്ടുന്ന മാക്സിമം എമൗണ്ട് തന്നെ 0.33% തന്നെ 3.33% കിട്ടുന്ന ഡെയിലി കിട്ടുന്നുണ്ട്. 28 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസം 0.33 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 33 രൂപകളുണ്ടാവും. ഇനിയിത് നമുക്ക് മാക്സിമം കിട്ടുന്നതാണ് 3.33%. അതിൽ കൂടുതൽ വരുന്നതൊക്കെ ഫ്ലഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയി പോയിട്ടുള്ള എമൗണ്ട് നോക്കണമെങ്കിൽ അത് നമ്മളിതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. എത്രയധികം ബിസിനസ് ഇവിടെ നടക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 2 USDT ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. 31/12 2.13 1/1 ഇതാണ് എൻ്റെ. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഹിന്ദി നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ലൊരു ബിസിനസ് നടക്കുന്നുണ്ട്. കേരളത്തിലധികം ബിസിനസ് ഇതിൻ്റെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ, മലയാളത്തിൻ്റെ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഞാൻ നമ്മുടെ ലീഡറിൻ്റെ ഇതൊരു ഡീസെൻട്രലൈസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലീഡേഴ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റൊക്കെ നമുക്ക് കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു ഐ ഡി ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ലീഡറിൻ്റെ ഒരു വെബ്സൈറ്റാണത്. ഒരു ഐ ഡി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണത്. ടോട്ടൽ റിമൈനിങ് എമൗണ്ട് 6,280 എന്ന് പറയുമ്പോൾ തന്നെ 6 ലക്ഷത്തി എത്ര പിന്നെ അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമാണത്. 23 ലക്ഷത്തി അധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ട്. ബോട്ട് 50 ടീം. അത് വലിയ എമൗണ്ട്, വലിയൊരു സംഖ്യ കൊണ്ട് എണ്ണുന്നില്ല, കോടികളായി തോന്നുന്നു. 1,77,00,000 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ബോട്ട് 50 ടീം. ബോട്ട് 50 ക്യാപ്പിന് ഡെയിലി 100 USD എന്ന് പറയുമ്പോൾ 10,000 രൂപ ഡെയിലി അദ്ദേഹത്തിന് കിട്ടുന്നത്. നമുക്കിവിടെ നോക്കാം അത് ഡെയിലി അദ്ദേഹത്തിന് പൈസ കിട്ടുന്നുണ്ടോ നോക്കാം. ബോട്ട് 50 ഇൻകം ക്വാളിഫൈഡാണ് ഈ കാണിക്കുന്നത്. 9 ബോട്ട് 50 ക്യാപ്പിംഗ് അദ്ദേഹം ക്വാളിഫൈഡ് ആയിരിക്കുന്നത് 99 രൂപീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. നമുക്ക് ആ ഡെയിലി ഇൻകം വരുന്നുണ്ടോ നോക്കാം. ഹിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം. അതായത് തുടങ്ങിയിട്ടുണ്ടോ 24 തീയതി തുടങ്ങിയത്. അപ്പോൾ അന്ന് 5, പിന്നെ 5 കഴിഞ്ഞ് കയറി 48 ഇപ്പോൾ 98 ആയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ താഴെ ബിസിനസ് നടക്കുന്നതനുസരിച്ച് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്താണ് ഇൻകം കിട്ടുള്ളൂ. ഇപ്പോൾ താഴെ 10,000 രൂപ ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 5,000 ടോപ്പ് അപ്പ് ചെയ്താലാണ് 5,000-ൻ്റെ 3.33% കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ടോപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ 98 ഇപ്പോൾ ഡെയിലി വരുന്നതാണ്. നമുക്ക് ഫ്രഷ് നോക്കാം. ഇപ്പോൾ 98 അദ്ദേഹത്തിന് കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് എത്ര രൂപ ഫ്രഷ് ആയി പോയിട്ട് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഇന്നലെ ഫ്രഷ് ആയി പോയിട്ടുള്ള എമൗണ്ടാണത് 9,851. അതായത് 9 ലക്ഷം രൂപയോളം. 10,000 കിട്ടുന്നതോടത്ത് 10,000 കിട്ടിയിട്ട് 9 ലക്ഷം രൂപയാണ് ഫ്രഷ് ആയി പോയത്. ഓക്കെ, ഇപ്പോൾ അത്രയധികം ബിസിനസ് ഇവിടെ നടക്കുന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബിസിനസ്സാണ്. നമ്മുടെ കേരളത്തിൽ ആരും ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരെ കൊണ്ട് ഒരു ഐഡിയ അല്ലെങ്കിൽ 2 ഐഡിയക്ക് ഇടിപ്പിക്കുക. 2,000 രൂപയാണ് നിങ്ങൾക്ക് 2ലും കൂടിയും മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. 2ൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത് ഒരു സൈറ്റിലുള്ള മാജിക്കിങ്ങൊക്കെയാണ്. 2,000 രൂപയ്ക്ക് എടുക്കുമ്പോൾ 2ലും മാജിക്കിങ്ങും ഓഫറിങ്ങൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് അവസരമാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക. മറ്റേ ഇത് പൊളിയുമോ കമ്പനി ഈ പൈസ കൊണ്ട് മുങ്ങുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിലനിൽക്കുന്ന പ്ലാനാണ്. നമ്മൾ മറ്റുള്ള കമ്പനികൾ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കമ്പനി പൂട്ടി പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ എന്തായാലും കമ്പനി നിലനിൽക്കുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ധൈര്യപ്പെട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പലരും വിചാരം എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അവരിൽ നിന്ന് 1,000 അല്ലെങ്കിൽ 2,000 വാങ്ങുക. ഇനി വേറൊരു ഓഫർ കൊണ്ടുള്ളതെന്ന് വെച്ചാൽ
3200 രൂപ. അതായത് നിങ്ങൾക്ക് ഈ F50 ഇവിടെ കാണിച്ചിട്ടുള്ള F50 ക്യാപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 5000 രൂപ 5 അടിക്കേണ്ടി വരും. എന്നാലാണ് നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആവുള്ളൂ. ഇപ്പോൾ ഒരു ഓഫറുണ്ട്, ഈ ഒരാഴ്ച കൂടി ഓഫറുണ്ട്. അപ്പോൾ 5000-ന് പകരം നിങ്ങൾക്ക് 3300 ചിലവാക്കണമെങ്കിൽ നിങ്ങൾക്കും ഈ ബോട്ട് 50 ഫ്രഷ് എടുങ്ങ് നിങ്ങൾക്ക് കിട്ടുന്നു. അതായത് ഒരു ഐഡിയിൽ നിന്ന് 0.33 ഡെയിലി, ഒരു 33 രൂപ ഡെയിലി കയറും. പിന്നെ 100 ദിവസത്തിന് ശേഷം 66 രൂപയും കിട്ടും ചെയ്യും. അത് 3 ഇരട്ടി. അതായത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3300 രൂപയ്ക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ 9000 മുതൽ 15000 വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളൊരു വർക്ക് ചെയ്യാനായിട്ട് വരിക. ഇൻവെസ്റ്റ് ചെയ്തിരിക്കാതെ ഇതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുള്ളൂ. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ലീഡേഴ്സിന് കിട്ടുന്ന പോലെ തന്നെ വരുമാനം നിങ്ങൾക്ക് കിട്ടും. നെറ്റ് മാർക്കറ്റിൻ്റെ പവർ അതാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ടീമിലെ ആളുകൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പുതുവർഷം 2025 വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അവസരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.